മുമ്പ് നമ്മൾ ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷവും ഇതുപോലത്തെ പൊതിച്ചോറ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് പലപ്പോഴും മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഇന്ന് എന്തോ ഒരു മൂഡ് പൊതിച്ചോറ് കഴിക്കണം എന്നൊരു ആഗ്രഹം. അപ്പോൾ എന്തായാലും ഇന്നൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ്. വാവ്, അടിപൊളി അടിപൊളി പൊതിച്ചോറായിട്ട് ഓംലേറ്റും ചമ്മന്തിയും അച്ചാറും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. സൂപ്പറായിട്ടാണ് ഉപ്പ. റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് അറിയുന്ന റെസിപ്പീസ് തന്നെയാണ്. കാരണം നമ്മുടെ ചാനൽ തന്നെ പല വട്ടം ഇട്ടിട്ടുള്ള വിഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഐറ്റം അമ്മ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിലെ ആദ്യത്തെ ഐറ്റം അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തൈര് ഒഴിക്കേണ്ട കാര്യം മാത്രമല്ല ഉള്ളൂ അമ്മ. നമ്മൾ അവിയൽ ഒരുപാട് തവണ കാണിച്ചതുകൊണ്ട് പിന്നെ കൂടുതൽ സ്റ്റെപ്സ് ഒന്നും കാണിക്കണില്ല. തൈര് ചേർക്കണ മാത്രമേ എടുക്കണുള്ളൂ. ഇത്ര മതിയില്ലേ തൈര്? കുറച്ചും കൂടി ചേർക്കണം വേണ്ടല്ലോ. ഇനിയിപ്പോൾ പൊള്ളി എന്ന് പറയരുത്. അതാണ് നല്ലത്. ഉണ്ട് ഉപ്പും ഞാൻ നോക്കട്ടെ. ചൂടുണ്ട് കേട്ടോ. ഉപ്പുണ്ട്. സ്വല്പം തൈര് ചേർത്ത് കുഴപ്പമില്ല. നമുക്കിത്തിരി പുളി വേണമല്ലോ അമ്മ. വേറെ കുഴപ്പമൊന്നുമില്ല. എരിവ് ഇത്തിരി കുറവുണ്ട്. പച്ചമുളക് ഒരു 2.5 കൂടി ചേർക്കായിരുന്നു. പക്ഷെ പോട്ടെ, ഇത് മതി. അപ്പോൾ അവിയൽ സെറ്റാണ്. ഉള്ളി മുളക് ഇട്ടൂല്ലേ, ഇഞ്ചി ഇട്ടൂല്ലേ, കഷ്ണം കുറച്ച് കറിവേപ്പില ലാസ്റ്റ് ഇടാം അല്ലേ. ഇതൊന്നും വല്ലാണ്ട് മൂക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ചൂടാക്കിയല്ലേ ഒരുവിധം പച്ചമണം പോണെന്നേ ഉള്ളൂ. അമ്മ കുക്ക് ചെയ്യുമ്പോൾ ദീപുവിൻ്റെ സ്ഥായിയായിട്ടുള്ള നിപ്പ് ഇങ്ങനെയാണ്. അല്ല, ഇതിൽ കുറച്ച് വറ്റൽ മറ്റേ കുത്തുമുളക് കൂടി ഇടണം കേട്ടോ. മേടിച്ചിട്ട് പാക്കറ്റ് മതി മതി മതി. അത് കുഴപ്പമില്ലേ, അത് ഓക്കെയാണ്. എന്ത് അല്ല, എരിവായിക്കോട്ടെ. അവിയലൊന്നും എരിവില്ലല്ലോ അല്ല ദീപോ. അല്ലാത്ത നാളികേരം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓ, എന്താ അതിൻ്റെ ഒരു കളർ നോട്ടെ. ഇപ്പോഴാണ് എനിക്ക് നല്ല മണം വരണ്ട കേട്ടോ കുത്തുമുളകിൻ്റെ ഉള്ളിയുടെ ഒക്കെ. പുളി ചേർക്കണ്ട അമ്മ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. 1/4 ടീസ്പൂൺ ചേർത്തു. ഇനി വേണം ചേർക്കാമല്ലോ. ഇതിലേക്ക് പുളി ചേർക്കുന്ന ചേർത്തോ. പുളി ചേർത്തു. പുളി ഒന്ന് വേവട്ടെ ചെറുതായിട്ടല്ലേ. നാളികേരം ചേർക്കാം അല്ലേ. നാളികേരം ചേർക്കാം. മുഴുവട്ടോ. ഇനിയുണ്ടോ നാളികേരം? പോരെ, മതി. ഇത് ഓഫ് ചെയ്തോ. ഇനി അടിച്ചെടുക്കാം. അപ്പോൾ പൊതിച്ചോറിനുള്ള ഇല അമ്മ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. മതി, ഇത്ര മതി അല്ലേ അമ്മ? വിശന്നിട്ടേ. അടിപൊളി ഞാൻ വന്നിട്ടുണ്ട്. നോക്ക്. രണ്ടമ്മ സൂപ്പറായിട്ട്. എരിവ് കൂടുതലുണ്ടോ? വല്ലാണ്ടില്ലല്ലേ? ആവശ്യത്തിനുള്ളോ? ഇനി ആദ്യം മാത്രമേ എരിവില്ല. കുറച്ച് കൂട്ടിക്കൂടെ? വാഴലൊക്കെ ശരിയായിട്ടുണ്ട്. അടുത്തായിട്ട് ദീപുവിൻ്റെ ബീറ്റ്റൂട്ട് തോരനാണ് നമ്മുടെ പൊതിച്ചോറിലെ നെക്സ്റ്റ് ഐറ്റം. പലതവണ നമ്മൾ ബീറ്റ്റൂട്ട് തോരൻ കാണിച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ വിശദമായിട്ട് കാണിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഇല്ല അല്ലേ ദീപു?
ഈ കടുക് പൊട്ടുപോകും. ഒരു ലോഡ് കടുക് നീട്ടുന്നുണ്ട്, അങ്ങനെ പൊട്ടി തീരുന്നില്ലത്. മതി. മുക്കാൽ മതി ഞാൻ വിചാരിക്കുന്നു. വേപ്പലം കൂടി ഇട്, കുറച്ച് വേപ്പലം കൂടി ഇട്. എണ്ണ ഒഴിക്കാൻ മറന്നു, കുറച്ച് എണ്ണ ഒഴിച്ച് അത് പിടിക്കും. നമ്മളിതിങ്ങനെ അരി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഇങ്ങോട്ട് എത്തി കൊടുക്കണ്ട. എന്നാ പറയുകയാണെങ്കിൽ വിശക്കുണ്ടല്ലേ? അമ്മയ്ക്കും വിശക്കുണ്ടോണ്ട് ഒന്ന് ചുറ്റിയേ. മതി. ഇനി നമുക്ക് പൊതിച്ചോറ് അങ്ങോട്ട് പൊതിയാം. ഇനി എന്നിട്ട് ആദ്യം വയ്ക്കണം. എന്നിട്ടാ അവിയലല്ലേ? ഇനി ഇത് ബീട്രൂട്ട് തോരൻ. ഓക്കെ. ഇനി മാങ്ങച്ചാറോടെ മതി. ഓക്കെ പോരെ? അപ്പോൾ ഇത്ര ഐറ്റംസാണ് വരുന്നത്. വാവ്, പൊതി കാണുമ്പോൾ തന്നെ കൊതിയുണ്ട്. ഇപ്പോൾ ഡബ്ബർ ബാൻഡ് എടുക്കും, ഡബ്ബർ ബാൻഡ്. അപ്പോൾ ആദ്യത്തെ പൊതി ഇവിടെ റെഡിയായി. ഇതുപോലെ ഇനി 4 എണ്ണം കൂടി പൊതിയല്ലേ? 2 പൊതി ദീപുവിൻ്റെ വീട്ടിലേക്കും 3 പൊതി നമുക്കും. അപ്പോൾ അമ്മ ബാക്കിയുള്ള പൊതി കേട്ടാ. അപ്പോഴേക്കും ഞാനേ കുലുവിന് അമ്മൂമ്മയ്ക്കും പിന്നെ ദീപുവിൻ്റെ വീട്ടിലേക്കുള്ള പൊതിച്ചോറ് കൊടുത്തിട്ട് വരാം. ഞാനും ദീപുവിനെ കുറച്ച് അവിയൽ കൂടുതൽ കേട്ടോ. ഞങ്ങൾ ദീപയുടെ വീട്ടിൽ പോയി വന്നപ്പോൾ പൂപ്പൻ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോന്നു അല്ലേ? അപ്പം കയ്യെന്നേ ആ പൂപ്പൻ അവിടെ ഇരിക്കട്ടാ. ബിസ്ക്കറ്റ് കൊടുക്കടി കുട്ടിക്ക്. ദീപ ചോദിക്കണേട്ടാ പാത്രത്തിലിട്ടായിരുന്നോ? പാത്രത്തിലിട്ട് കൊടുത്തോ. അത് അപ്പം ദീപ ചോറുണ്ട് കേട്ടാ. മോനിത് കഴിക്കട്ടാ. ഓക്കെ. വാവ്, അടിപൊളി അടിപൊളി പൊതിച്ചോറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ. ആ എന്തല്ല കുട്ടിയാ കണ്ടാ അവിടെ ഇരുന്ന് കഴിക്കണണ്ടാ. അച്ചാറങ്ങോട്ട് നീങ്ങിയിരിക്കട്ടെ, ഓംലെറ്റ് അങ്ങോട്ട് മാറിയിരിക്കട്ടെ, ബീട്രൂട്ട് തോരൻ, ചമ്മന്തി എല്ലാം സെറ്റാണ്. ദീപു, ഓ ദീപുവിൻ്റെ പൊതിയിൽ ഇഷ്ടംപോലെ അവിയലുണ്ട് അല്ലേ? കഴിച്ചോ? തുടങ്ങിക്കോ, അമ്മയും ദീപം തുടങ്ങിക്കോ പതിവ് പോലെ. കലക്കിണ്ടല്ലേ അമ്മ? ഈ പൊതിഞ്ഞ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ അല്ലേ? ഏതാ ചമ്മന്തിയാ? ഏതാ കഴിച്ചാൽ ചമ്മന്തി അടിപൊളി ഉണ്ട് അല്ലേ? അവർ കഴിക്കാൻ പോണല്ലോ. വാവ്, ഒരുപാടല്ലേ പൊതിഞ്ഞ് വയ്ക്കുമ്പോൾ ഉണ്ടാവണ സ്വാദ് അല്ലേ? ഇത് ബീട്രൂട്ട് തോരൻ പൂപ്പ പണത്തിന്. ബീട്രൂട്ട് തോരൻ അച്ചാറിലേക്ക് വരണോളോ. തോര അടിപൊളിയുണ്ട് കേട്ടോ ദീപ.
ഈ ചമ്മന്തി, ഓ എന്താ ഒരു ചമ്മന്തി അല്ലേ. ഇത്തിരി അവിയലോട് മാറ്റിച്ചിട്ട് കുറച്ച് ചോറും ചമ്മന്തി. ചമ്മന്തി രക്ഷയില്ല. മാങ്ങച്ചാറ്, അവിയലും. അയ്യോ, നമ്മുടെ വയറ് ഫുള്ളായതുകൊണ്ടാവും അപ്പോൾ അത് കേക്കിൻ്റെ. ദീപ എങ്ങനെ ദീപത്തല്ലാട്ടൊന്ന് അവിടെ കാണിച്ച, അവിടെ നിന്ന് കാണിച്ച എങ്ങനെ ഇവിടെ നിന്ന് കാണിക്കുക ഒന്നുകൂടി. ആ ദീപ ചോറിന് കാണിക്കും, ചോറിന് കാണിക്കും. ദീപ ചോറിന് കാണിച്ചേ, ചോറ് ഉരുട്ടി കഴിക്കണ മാതിരി കാണിക്കും. ആ ആ ആ എന്നിട്ട് തല എങ്ങനെ ആട്ടാ. അപ്പം ഇനി ഒന്നും നോക്കാനില്ല, ഇനി എല്ലാം കൂടി കൊണ്ട് കുഴക്കുകയാണ്. ഓംലേറ്റും ചമ്മന്തിയും അച്ചാറും. എന്തോരം ചോറ. എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് കുഴപ്പം. കുഞ്ഞതായ ചോറ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. സൂപ്പറായിട്ടോ ഉപ്പ. വീട്ടിൽ നിന്നേ എന്ത് കൂട്ടിട്ട് ചോറുണ്ടായിരുന്നു അമ്മാമ്മ ചോദിക്കണേ. പപ്പടം പിന്നെ ആ അതിന് ചോദിച്ചു. ആ അതന്നെ. സ്വപ്നങ്ങൾ സ്വപ്നം കാണും മഞ്ഞിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ. ഇനിയൊരു കഷ്ണം മുട്ട വെച്ച് തിന്നു ദീപു. ഒരു ഉമ്മ കൊടുക്കും ദീപക്ക്. ദീപക്കറിയണ അയ്യോ അയ്യോ ഫ്രഞ്ച് കിസ്സൊക്കെ കൊടുക്കല. അയ്യോ വല്ലാത്ത. അയ്യോ ഇതെന്തത് ഫ്രഞ്ച്, ഇതെന്തിനാ പറയാ, ഇതെന്താ പറയാ കിസ്സിന് എന്താ പറയാ? ഫ്രഞ്ച് ഫ്രൈസാ. ആ ദീപ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഇന്നത്തെ പൊതിച്ചോറ് ഉഷാറായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അവിയൽ, ചമ്മന്തിയുടെ റെസിപ്പി നമ്മൾ ഏകദേശം കാണിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ബീട്രൂട്ട് തോരൻ, മാങ്ങച്ചാർ, ഇതിൻ്റെ ഒക്കെ റെസിപ്പി നമ്മുടെ മുമ്പത്തെ വീഡിയോസിലേക്ക് എടുക്കുന്നുണ്ട്. വട. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അതേ കറണ്ട് പോയി. നിൽക്ക് ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നല്ലേ ആരെങ്കിലും. അപ്പോൾ അവിടെ കറണ്ട് പോയി. അപ്പോൾ ഇപ്പം നീ വരണ്ട, വീഡിയോയിൽ വരണ്ട ഇല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യണില്ല എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.